അങ്ങനെ അലൂമിനിയത്തിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏത് ഓപ്ഷൻ വേണമെന്ന് അത് ബഡ്ജറ്റ് അനുസരിച്ച്, ഓരോ ക്ലയന്റിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അലൂമിനിയത്തിൽ വരുന്നത്. ഒരു മെറ്റീരിയൽ തന്നെ പല രീതിയിൽ നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കബോർഡുകൾ അലൂമിനിയം ആയതുകൊണ്ട് തന്നെ അലൂമിനിയത്തിൽ സാധാരണ ചെയ്തു വരുന്ന രീതിയാണ് സിംഗിൾ സൈഡ് ഷീറ്റ് ഇട്ട്. അതിൽ കൂടി കുറച്ചുകൂടി ബഡ്ജറ്റ് കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഡബിൾ സൈഡ് ഷീറ്റ് ഇട്ടൊക്കെ ചെയ്യാം. പിന്നീട് ഇപ്പോൾ അലൂമിനിയത്തിൽ ഏറ്റവും പ്രീമിയമായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അലൂമിനിയത്തിന്റെ ഫ്രെയിം ഒന്നും കാണാതെ ഫ്രെയിം എല്ലാം അകത്ത് പോയിട്ട് PVC ഷീറ്റ് റൂട്ടർ ചെയ്ത് കവർ ചെയ്ത് വരുന്ന ഒരു മെത്തേഡ് ഇപ്പം പലയിടത്തും ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന രീതിയാണ്. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡിൽ നമ്മൾ മൈക്ക് ചെയ്യുന്ന അതേ ആ ഒരു ഫിനിഷ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഫിനിഷ് വരും. കാരണം കർവ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് PVC ഷീറ്റ്. വാർഡ്രോബ് കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ അലൂമിനിയത്തിന്റെ റാക്ക് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മൾട്ടിവുഡിന്റെ റാക്ക് കാര്യങ്ങളെല്ലാം കയറ്റാം. അപ്പം കുറച്ചുകൂടി ഫിനിഷിംഗ് ഉൾഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ ഓരോന്നും ഓരോ റേറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഓരോ രീതി മാറുന്നതനുസരിച്ച് മെറ്റീരിയലിന്റെ കോസ്റ്റ് മാറും, അതേപോലെ ലേബർ കോസ്റ്റ് മാറും. അപ്പം മൊത്തത്തിൽ ചെയ്യുന്നതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ മാറ്റം വരും. ഇത് പിന്നെ ഫുള്ള് ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയം ആണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് കാര്യങ്ങൾക്കൊക്കെ ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം കിച്ചണിലൊക്കെയാണ് കൂടുതലും ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയം പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ സോപ്പ് വെള്ളവും വിനാഗിരി ഉപ്പുവെള്ളം ഒക്കെ വീണാലും പെയിന്റ് ഇളകാനുള്ള സാധ്യതയുണ്ട് പൗഡർ കോട്ടിന്. ഇലക്ട്രോപ്ലേറ്റ് ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ വാർഡ്രോബിന് നമുക്ക് കളർ പ്രൊഫൈലുകൾ ഉപയോഗിക്കാം. ഇതിപ്പോ ഇലക്ട്രോപ്ലേറ്റഡ് തന്നെയാണ്, ക്ലയന്റ് അങ്ങനെ തന്നെ പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ സെലക്ട് ചെയ്തതാണ്. ഇപ്പൊ വുഡൻ വാർഡ്രോബ് വരികയാണെങ്കിൽ വുഡൻ ഫിനിഷ് വരുന്ന അലൂമിനിയം സെക്ഷൻസ് എടുക്കാം. അപ്പൊ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഉൾഭാഗം ഫുള്ള് വൈറ്റ് ആക്കി എടുക്കാം. അങ്ങനെ അലൂമിനിയത്തിൽ ഒരുപാട് ഓപ്ഷൻസ് വരും.